ശ്രീ രമേശ് ചെന്നിത്തല SIT കടകംപള്ളിയിൽ എത്തിയതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? വിവരങ്ങൾ തേടൽ ഒരു ചോദ്യം ചെയ്യലിലേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങളിത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലെത്തില്ല. ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ സംരക്ഷണമുണ്ട്. രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ, ഭരണതലത്തിലെ ഉന്നതന്മാരുടെ അറിവില്ലാതെ ഇത് ദേവസ്വം മാനുവൽ പോലും ലംഘിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നതിന് പുതിയ ഭാഷ്യം ഉണ്ടാക്കുകയാണ്. ഏത്? ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ചോദ്യം ചോദിക്കുന്നതല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതിൻ്റെ അർത്ഥം അതല്ലേ? ഇപ്പോഴും മുൻ മന്ത്രി കടകംപള്ളി പറഞ്ഞ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതാണ്, അങ്ങനെ ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്, അല്ല പിന്നെന്താണ്? അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു. ഇത് കേവലം 320 ഗ്രാം ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നെടുത്ത് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഇതിൽ അന്താരാഷ്ട്ര ആൻറ്റിക്സ് മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ CBI വരണം, കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണം വേണം. ഞാൻ ഇപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് SITയിലേക്ക് മാറി? ഞങ്ങൾ മാറിയതല്ല. കോടതി SIT രൂപീകരിച്ചപ്പോൾ ഞങ്ങളതിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. SIT നല്ല നിലയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. SITയെ തളർത്താൻ വേണ്ടി ഒത്തിരി ശ്രമം നടന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഇതെല്ലാം മാറ്റിവെച്ചു. പക്ഷേ എന്നാലും SITയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് അപാകത കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴെന്താണ്, ഇത് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷനുള്ളൊരു കേസാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു CBI വേണം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാനോ മറ്റ് രാജ്യങ്ങളിൽ പോകാനോ SITക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് CBI, കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു CBI വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീ ചെന്നിത്തല, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കടകംപള്ളിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് തന്നെ ആരോപണമുണ്ടോ കോൺഗ്രസിന്? അല്ല, ഞാനങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എൻ്റെ കയ്യിൽ വകുപ്പുകളില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിനകത്ത് പ്രതികളായിട്ടുള്ള 3-4 പേര് CPMൻ്റെ നേതാക്കന്മാരാണ്. ശ്രീ വാസു, കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് പത്മകുമാർ, അത് കഴിഞ്ഞ് ഇപ്പോൾ അതിൽ മെമ്പറായിരിക്കുന്ന ശ്രീ വിജയകുമാർ, ഇവർ 3 പേരും CPM നേതാക്കന്മാരല്ലേ? CPMൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകളല്ലേ? അപ്പോൾ അവർക്കിനകത്തുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് അവരുടെ വളരെ വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. ചുമ്മാ അറസ്റ്റ് ചെയ്യുമോ? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ അനുവാദമില്ലാതെ ഇത് ചെയ്യില്ല എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം CPMൻ്റെ ഭരണം നടക്കുമ്പോൾ അവർക്ക് ഓരോന്നിനും ഓരോ സെല്ലുണ്ടാകും. വിദ്യാഭ്യാസത്തിനൊരു സെല്ലുണ്ടാകും, വ്യവസായത്തിന് സെല്ലുണ്ടാകും എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിനും അതിൻ്റെ ഉത്തരവാദികളായ ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് ഒന്നും അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. ഇനി അത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ഞാനാരെ കുറ്റം ചെയ്തു എന്നൊന്നും പറയാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ 3 CPM നേതാക്കന്മാർ ജയിലിൽ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ മന്ത്രി അറിയാതെ ഇത് നടക്കുമോ? ഇത്രയും വലിയൊരു കുറ്റം മന്ത്രി അറിയാതെ ചെയ്യുമോ? അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് അറിവോടുകൂടി അല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഈ സ്വാഭാവികമായ ചോദ്യം ഉയർന്നു വരുന്നു എന്നത് ഒരു സത്യമല്ലേ? ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നൊരു കാര്യമല്ലേ ഇത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, പോറ്റി ഭക്തനെന്നും സ്പോൺസർ എന്നും ഉള്ള നിലയ്ക്ക് അറിയാമെന്നാണ് കടകംപള്ളി മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ പുറത്തു വന്ന ചിത്രങ്ങൾ അങ്ങനെയുള്ളതാണോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? കടകംപള്ളിയെ പത്മകുമാർ കുരുക്കി എന്ന് കരുതാമോ ഇപ്പോൾ? ഒരിക്കലുമില്ല. പത്മകുമാർ പറയുന്നതെല്ലാം, കാരണം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോഴും അദ്ദേഹം SITയുടെ മുമ്പിൽ പറഞ്ഞ കാര്യവും വളരെ വ്യക്തമല്ലേ? ഞാൻ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ? ബോർഡല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലേ ഇപ്പോൾ വിജയകുമാർ അറസ്റ്റിലായത്. അപ്പോൾ ബോർഡ് എങ്ങനെ തീരുമാനിക്കും? ബോർഡ് തീരുമാനിക്കണമെങ്കിൽ അതിന് മന്ത്രിയില്ലേ, പാർട്ടിയില്ലേ?
ആ പാർട്ടിയും മന്ത്രിയും അറിഞ്ഞതുകൊണ്ടാണ് ഇത് നടന്നത് എന്നുള്ള വ്യക്തമല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ പേരിൽ പാർട്ടി നടപടിയെടുക്കുന്നില്ല? ഹെഡിങ് വരുന്നത് കൊണ്ടാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? പത്രത്തിൽ ഇപ്പോൾ ഹെഡിങ് വരുന്നില്ലേ? വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പം വന്നില്ലേ ഹെഡിങ്? ബാസുവിനെ അറസ്റ്റ് ചെയ്ത് ഹെഡിങ് വന്നില്ലേ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഹെഡിങ് വന്നില്ലേ? ഹെഡിങ്ങിനെ ഭയപ്പെട്ടാണ് നടപടി എടുക്കാത്തതെന്ന് പറയുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ഈ വാക്കുകളൊക്കെ ആര് വിശ്വസിക്കും? ഗോവിന്ദൻ മാസ്റ്ററെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 3 CPM നേതാക്കന്മാർക്ക് നേരെ ജയിലിൽ കിടക്കുന്ന ഈ 3 നേതാക്കന്മാരുടെ പേരിൽ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കാനോ നടപടി സ്വീകരിക്കാനോ മുന്നോട്ട് വരാത്തത് പാർട്ടി ഇതറിഞ്ഞിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? പാർട്ടിയും ഗവൺമെൻറ്റിലെ ഉന്നതന്മാരും അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കൊള്ളയാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ നമുക്ക് തെറ്റുകാരായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വളരെ പ്രസക്തമായ കാര്യമല്ലേ അത്? അതുകൊണ്ട് കൊള്ളയിൽ നിന്ന് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയ കേസിൽ CPMന് കൈ കഴുകാൻ സാധ്യമല്ല, ഗവൺമെൻറ് കൈ കഴുകാൻ സാധ്യമല്ല. ഈ വസ്തുതകൾ പുറത്തു വന്നേ മതിയാകൂ. ഇത് ഞങ്ങളാരും ഇത് ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഇവിടെ തീർന്നേനെ, ഗോവർദ്ധനിൽ തീർന്നേനെയും. 300 ഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ജൂവലറിയിൽ നിന്നെടുത്ത 300 ഗ്രാം പരിശോധിച്ചിട്ട് അത് പരിശോധനയ്ക്ക് വിട്ട് അവസാനിപ്പിക്കാൻ പോകുന്നൊരു കേസായിരുന്നു. അവിടെയാണ് ഒരു വിദേശ വ്യവസായി എന്നെ വന്ന് കണ്ടതും ഞാനത് SITയുടെ മുമ്പിൽ പോയതും വ്യവസായിയെ വിളിച്ചു വരുത്തിയതും അതിൻ്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. അതൊന്നും എനിക്ക് കിട്ടിയ വിവരം ഞാൻ പാസ് ഓൺ ചെയ്തതാണ്. എൻ്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെയല്ലോ. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇപ്പോൾ തന്നെ ഡി മണി ഒന്നും ചെയ്തില്ല, പിന്നെ എന്തിനാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനുമായിട്ട് വരുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വ്യക്തമാവുന്ന ഒരു കാര്യമല്ലേ? അപ്പോൾ കൂടുതൽ കാര്യങ്ങളെയും പുറത്ത് വരട്ടെ. ശരി, ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. ഏതായാലും അറസ്റ്റുകൾ നടക്കുന്നുണ്ട്, ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. എന്നാൽ സ്വർണം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയല്ലേ SITക്ക്, ശ്രീ രമേശ് ചെന്നിത്തല? ദാറ്റ് ഈസ് ദ പോയിന്റ്. ഞാൻ തുടക്കം മുതൽ പറയുന്നത് അറസ്റ്റ് ഉണ്ടാകുന്നു. ഞാൻ ഈ വകുപ്പ് കുറേ കാലം കൈകാര്യം ചെയ്ത വ്യക്തി എന്നുള്ളതിൽ ഞാൻ പറയുന്നു, ആളുകളെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതിയോ? തൊണ്ടി മുതൽ എവിടെ? സ്വർണം എവിടെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഒരു ശ്രമവും ആരും നടത്തുന്നില്ല. ദേവസ്വം വിജിലൻസ് നടത്തിയോ? ഇല്ല. പോലീസ് നടത്തുന്നുണ്ടോ? ഇല്ല. SIT നടത്തുന്നുണ്ടോ? ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ ഈ സ്വർണ്ണ കള്ളം തെഫ്റ്റ് നമുക്കൊരിക്കലും അവസാനിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ വിദേശ വ്യവസായി ഇക്കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഞാനത് അന്വേഷണം നടക്കുന്ന ഘട്ടമായതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ കടകംപള്ളി അറിഞ്ഞാണ് കൊള്ളയെന്ന് പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് നൽകിയിട്ടുണ്ട് കടകംപള്ളി. ഇപ്പോൾ ആ കേസ് വെറുതെ ആയോ? അതെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഓരോ സമയം ഇപ്പം തന്നെ കാര്യങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസ്തുതാപരമായിട്ടാണ് പറഞ്ഞതെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രിയെ 2 മണിക്കൂർ ചോദ്യം ചെയ്ത് വസ്തുതകൾ മനസ്സിലാക്കി. ഇനി അടുത്ത നടപടി എന്താണെന്ന് നമുക്കറിയില്ല, അതൊക്കെ SIT തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുമില്ല, ഇതെല്ലാം കളവാണെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. വസ്തുതകളായി ജനങ്ങളുടെ മുമ്പിൽ വരട്ടെ, യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ എന്നാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. ശരി, വളരെ നന്ദി രമേശ് ചെന്നിത്തല തുടക്കത്തിൽ നമ്മളൊപ്പം ചേർന്നതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.